എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സതി സമ്പ്രദായത്തെക്കുറിച്ചാണ്. ഇതിനു മുൻപും ഒരുപാട് പേര് സതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റെ വകയും ഒന്ന് വേണ്ടെന്ന് വെച്ച് മാത്രമാണ് ഞാനിത് പറയുന്നത്. BC 4-ാം നൂറ്റാണ്ടിലാണ് സതി എന്ന ആചാരം പുറം ലോകം അറിയാൻ തുടങ്ങുന്നത്. ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ശവസംസ്കാര ചിതയിൽ ചാടി മരിക്കുന്നതിനെയാണ് സതി എന്ന് പറയുന്നത്. ഈ സതിക്ക് മറ്റൊരു അർത്ഥം കൂടെ കാണുന്നുണ്ട്. പരിശുദ്ധയായവൾ, പതിവ്രത എന്നെല്ലാം ഇതിനർത്ഥം വരുന്നുണ്ട്. ഭർത്താവിനോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തുക എന്നതാണ് ഇതുകൊണ്ട് സൂചകമാക്കുന്നത്. ഭർത്താവ് മരിച്ച് ഒരു വിധവയായി കഴിയുന്നതിലും ഭേദം അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നതാണെന്നും മറ്റു ചിലർ പറയുന്നുണ്ട്. പിന്നെയുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഇരുവരും സ്വർഗത്തിൽ ഒന്നായി ചേരുമെന്നാണ് അവിടുത്തെ വിശ്വാസം. ഒരു സ്ത്രീ സതി നടപ്പിലാക്കിയാൽ അവൾക്ക്, കുടുംബത്തിനും വരാൻ പോകുന്ന തലമുറയ്ക്കും അത് വലിയ പുണ്യം ലഭിക്കുമെന്നും പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു തെറ്റായ ധാരണയും അന്ന് പ്രചരിച്ചിരുന്നു എന്നതാണ് സത്യം. ചില സ്ത്രീകൾ മനഃപൂർവ്വം ചിതയിലേക്ക് എടുത്തു ചാടുന്നവരുണ്ട്. എന്നാൽ മറ്റു ചില സ്ത്രീകളെ ഉന്തിത്തള്ളി അതിലേക്ക് പറഞ്ഞയക്കുന്നവരുമുണ്ട്. ഇവരുടെ കരച്ചിലുകൾ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശബ്ദമുണ്ടാക്കുകയും ആ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആ വധുവിൻ്റെ അമ്മയോ അച്ഛനോ ആയിരിക്കും ഇവരെ ഇതിലേക്ക് കൂടുതൽ നിർബന്ധിച്ച് ഉന്തിത്തള്ളി പറഞ്ഞയക്കുന്നുണ്ടാവുക. 19-ാം നൂറ്റാണ്ടിലാണ് രാജാറാം മോഹൻ റായ് എന്ന വ്യക്തി ഈ സതിയെ തടയാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യ സതി അനുഷ്ഠിക്കാൻ നേരമാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായതെന്ന് തോന്നുന്നു. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് കാലം പോരാടുകയും ചെയ്തിരുന്നു എന്നെല്ലാം ചരിത്രങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമം മൂലം 1829 സതി ഇന്ത്യയിൽ നിർത്തലാക്കി. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് നമ്മളുടെ കേരളത്തിൽ സതി പലപ്പോഴും കുറവായിരുന്നു.